ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ചെമ്മീൻ വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നറിയാനായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഏകദേശം ഒരു 400 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് ഓരോ ചെമ്മീനും ഞാനൊരു 4-5 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മീഡിയം സൈസുള്ള ചെമ്മീനായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നല്ലപോലെ ഈ ഒരു ചെമ്മീനിൽ ഈ ഒരു മസാല തേച്ച് പിടിപ്പിക്കണം. നമ്മളിപ്പോൾ ഈ ഒരു ചെമ്മീനിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇട്ട് കൊടുക്കരുത്. ഈ ഒരു സമയത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ട് കൊടുത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ഒരു ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ആദ്യം ഈ ഒരു പാനിലിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ചെമ്മീൻ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് നമ്മൾ ഇളക്കരുത്, അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ചെമ്മീന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഇതിൽ മസാലയൊക്കെ പെട്ടെന്ന് തന്നെ കോട്ട് ചെയ്ത് വരും. നല്ലപോലെ മസാല പിടിക്കാനായിട്ട് നല്ലതാണ്. നല്ല പതുക്കെ ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കണം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ മസാല ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ചെമ്മീൻ ഇറങ്ങി വന്ന ആ ഒരു വെള്ളമൊക്കെ വറ്റി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ചെമ്മീൻ പാനിൽ നിന്ന് മാറ്റുകയാണ്. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാന് കഴുകുക അല്ലെങ്കിൽ അതിലത്തെ മസാല തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 സവോള കനം കുറച്ച് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. എന്നാൽ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞാലാണ് നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടുക. ഇപ്പോൾ നല്ലപോലെ വാടി ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരട്ടെ. ഇപ്പോൾ ഇതേ സബോളൊക്കെ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ഒരു ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരട്ടെ. അപ്പോൾ 2 മിനിറ്റ് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. അപ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു പകുതി തക്കാളി ഞാൻ അതിലേക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് മസാല മാത്രം ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആ ഒരു ചെമ്മീനും ഈ ഒരു മസാലയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ്റെ മസാല ഉണ്ടോ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ലപോലെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ആ ഒരു കവറിങ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിത് ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നപ്പോൾ ഉണ്ടല്ലോ, പത്തിരിപ്പൊടി, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ കെറ്റിലിൽ നിന്ന് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഡയറക്റ്റായിട്ട് ഈ ഒരു അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്ര ചൂടുള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടി മൊത്തം നനഞ്ഞു വരുന്ന ഒരു പാകം ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ മാവ് നനച്ചെടുക്കുമല്ലോ, ആ ഒരു രൂപത്തിൽ വേണം നനച്ചെടുക്കാനായിട്ട്. ഈ മാവ് ഒരുപാട് കട്ടിയാവാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ലൂസാവാനും പാടില്ല. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. നമ്മൾ നല്ല വറുത്ത പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം വേണം. വറവ് കുറവുള്ള പൊടിയാണെങ്കിൽ കുറച്ച് വെള്ളം മതി. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യുക. ഞാനിവിടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്.
അപ്പോൾ അതേ പെട്ടെന്നൊന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചൂടാറിട്ട് നല്ലപോലെ തണുത്ത് പോയരുത്. നമ്മുടെ കൈക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടുള്ള സമയത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആ ഒരു വെളിച്ചെണ്ണ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കാം. കടലമാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് വേണ്ട, അതെ ഇതുപോലെ കൈയുടെ അടിയിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തി കൊടുക്കാം. കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഒരുപാട് തിന്നായിട്ട് പരത്തേണ്ട, പിന്നെ പൊട്ടിപ്പോവും. എന്നാലും ഒരുപാട് കട്ടിക്ക് ഇരുന്നാലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കനത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ആ ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള പോലെ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്കിനിപ്പോൾ റൗണ്ടിൽ നമ്മൾ കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഏതെങ്കിലും സൈഡ് പൊട്ടി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ മാവ് ആ ഒരു സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിൻ്റെ മേലെ കുറച്ചും കൂടെ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ആ ക്രാക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കുന്നത് നമുക്കത് സ്റ്റീം ചെയ്തെടുത്താലും നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതുപോലെ ബാക്കിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ സ്റ്റീമറിൻ്റെ മേലെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു അളവിൽ ഞാൻ ഏകദേശം ഒരു 10 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രിപ്പും ഒരു 3 എണ്ണം കൂടെ വെക്കാനായിട്ടുള്ളത് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരു 5 മിനിറ്റൊക്കെ വെക്കുമ്പോഴേക്കും നല്ലപോലെ കുക്കായിട്ട് വരും. അപ്പോൾ ഒന്ന് അടച്ചു വെക്കട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഒന്ന് ചൂടാറിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ നമുക്ക് സ്റ്റീം ചെയ്തുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.